ശ്രദ്ധിക്കുക, നമ്മൾ ഇംഗ്ലീഷിൻ്റെ 4ാമത്തെ പാഠത്തിലേക്ക് കടക്കുകയാണ്. 4ാമത്തെ പാഠത്തിൻ്റെ പേര് ഫാദർ ഡിയർ ഫാദർ എന്നാണ്. ഫാദർ ഡിയർ ഫാദർ. ഈ പാഠത്തിൻ്റെ ഒരു പ്രത്യേകത, രാഹുൽ എന്ന് പറയുന്ന ഒരു പയ്യൻ അദ്ദേഹത്തിൻ്റെ അച്ഛന് എഴുതുന്ന ഒരു എഴുത്താണ് ഈ പാഠത്തിൽ ഉള്ളത്. ഈ എഴുത്ത് അച്ഛന് എഴുതാൻ കാരണം, അദ്ദേഹത്തിൻ്റെ മകനായ രാഹുൽ ഏതോ ഒരു പരീക്ഷ ഏതാണെന്ന് പറയുന്നില്ല, ആ പരീക്ഷയ്ക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടേണ്ട കുട്ടിയായിരുന്നു. ആ ഫസ്റ്റ് റാങ്ക് കിട്ടാതെ 4 മാർക്കിൻ്റെ കുറവിൽ സെക്കൻഡ് റാങ്കിലേക്ക് മാറിപ്പോയി. അങ്ങനെ സെക്കൻഡ് റാങ്കാണ് കിട്ടിയത്. വ്യത്യാസമെന്ന് പറയുന്നത് 4 മാർക്കിൻ്റെ കുറവാണുള്ളത്. അപ്പോൾ 4 മാർക്ക് നഷ്ടപ്പെട്ടതിനെ ചൊല്ലി അച്ഛനവനെ ശകാരിച്ചുകൊണ്ടും ഉപദേശിച്ചുകൊണ്ടും ഒരു എഴുത്ത് എഴുതുകയുണ്ടായി. ആ എഴുത്തിൻ്റെ മറുപടിയായി അവൻ്റെ മനസ്സിലെ ഒരുപാട് വിഷമങ്ങളും അവൻ്റെ കാഴ്ചപ്പാടുകളും അച്ഛനെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം, ഈ എഴുത്ത് അച്ഛനവന് അയക്കുന്നില്ല. അച്ഛനൊരിക്കലും ഈ എഴുത്ത് വായിക്കുന്നുമില്ല. പക്ഷേ അവൻ്റെ മനസ്സിൻ്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടി അച്ഛന് ഈ എഴുത്ത് എഴുതുകയാണ്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. ദിസ് ഈസ് ഇൻ എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ദിസ് ഈസ് ആൻ എന്നാക്കണം. ആൻ. ദിസ് ഈസ് ആൻ ആൻസർ ടു യുവർ ലെറ്റർ അബൌട്ട് മൈ ട്രാൻസ്ഗ്രഷൻസ്. ട്രാൻസ്ഗ്രഷൻ മീൻസ് ലംഘനം എന്നാണ്. അപ്പോൾ അവൻ പറയുകയാണ്, എൻ്റെ ലംഘനത്തിന് മറുപടിയായി, ദിസ് ഈസ് ആൻ ആൻസർ ടു യുവർ ലെറ്റർ, നിങ്ങളുടെ അച്ഛൻ്റെ എഴുത്തിൻ്റെ മറുപടിയായിട്ടാണ് ഞാൻ ഇത് എഴുതുന്നത്. അച്ഛൻ എന്തോ ഒരു ലംഘനത്തെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് പറ്റിയൊരു പോരായ്മയെക്കുറിച്ച് അച്ഛൻ എഴുതിയ എഴുത്തിൻ്റെ മറുപടിയായിട്ടാണ് ഞാൻ ഈ എഴുത്ത് അച്ഛനെ എഴുതുന്നത്. യെസ്, മൈ ഫസ്റ്റ് റാങ്ക് സ്ലിപ്പ്ഡ് ടു സെക്കൻഡ്സ്. ശരിയാണ്, അച്ഛൻ പറഞ്ഞത് ശരിയാണ്. എൻ്റെ 1ാം റാങ്ക് 2ാം റാങ്കിലേക്ക് വഴുതിപ്പോയി. യു അഡ്വൈസ് ദാറ്റ്, നീ എന്നെ ഉപദേശിക്കാറുണ്ട്. ദാറ്റ് ഐ ഷുഡ് തിങ്ക് ബിഫോർ ആൻസറിങ് ദ പേപ്പേഴ്സ്. ആൻസർ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണമെന്ന് അല്ലെങ്കിൽ മുൻകൂട്ടി ചിന്തിച്ച് എഴുതണമെന്ന് അച്ഛൻ എന്നോട് പറയാറുണ്ട്. യു അഡ്വൈസ് ദാറ്റ് ഐ ഷുഡ് തിങ്ക് ബിഫോർ ആൻസറിങ് ദി പേപ്പേഴ്സ്. യെസ്, ദ ഓപ്പറേറ്റിംഗ് വേർഡ് തിങ്ക്. അച്ഛൻ പറഞ്ഞ ചിന്തിച്ചെഴുതണം അല്ലെങ്കിൽ തിങ്ക് ചെയ്യണം എന്ന് പറഞ്ഞ വാക്ക് ഡിഡ് മേക്ക് മീ റിഫ്ലക്റ്റ് ആൻഡ് ദീസ് ആർ ദ റിസൾട്ട് ഓഫ് ദോസ് റിഫ്ലക്ഷൻ. അങ്ങ് പറഞ്ഞ ആ തിങ്ക് എന്ന വാക്കാണ് എന്നിൽ വലിയ സ്വാധീനം ചെലുത്തിയത്. ആ തിങ്ക് അല്ലെങ്കിൽ ചിന്തിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കിയപ്പോൾ അതെന്നിൽ ഒരുപാട് ചിന്തകളുണ്ടാക്കി, ഒരുപാട് റിഫ്ലക്ട്സ് ഉണ്ടാക്കി. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ എഴുത്ത്. അപ്പോൾ അച്ഛൻ എന്നോട് ആൻസർ ചെയ്യുന്നതിന് മുമ്പ് നന്നായി ചിന്തിക്കണമെന്ന് പറയാറുണ്ട്. അച്ഛൻ പറയാറുള്ള ആ തിങ്ക് എന്ന വാക്കിൻ്റെ റിഫ്ലക്ഷൻസാണ് അല്ലെങ്കിൽ പ്രതിഫലനങ്ങളാണ് ഞാൻ ഈ എഴുത്തിലൂടെ അങ്ങയോട് പറയുന്നത്, ഞാൻ ഈ എഴുത്തിലൂടെ അച്ഛനോട് പറയുന്നത്. ഫാദർ, വി ഹാവ് നെവർ റിയലി ബീൻ ക്ലോസ് ആൻഡ് ഐ കാൺട്ട് റൈറ്റ്ലി സേ യു ഹാവ് ബീൻ മൈ ഫ്രണ്ട്, ഫിലോസഫർ, ഗൈഡ്, എക്സെട്ര. അങ്ങ് എൻ്റെ ഗൈഡാണെന്നോ അല്ലെങ്കിൽ അങ്ങ് എൻ്റെ തത്വചിന്തകനാണെന്നോ അല്ലെങ്കിൽ അങ്ങ് എൻ്റെ നല്ലൊരു ഫ്രണ്ടാണെന്നോ പറയാൻ കഴിയില്ല. കാരണം നമ്മൾ തമ്മിൽ അത്ര അടുത്ത ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ അത്രയും നല്ലൊരു അടുപ്പം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛനും മകനും തമ്മിൽ ഒരു ഫ്രണ്ടിനെ പോലെ ഉള്ള അടുപ്പം ഉണ്ടായിരുന്നില്ല എന്നാണ് അവൻ പറയുന്നത്. യെറ്റ് ഐ വുഡ് ലൈക്ക് യു ടു ബി അവെയർ ഓഫ് മൈ തോട്ട്സ്. എന്നിരുന്നാലും എൻ്റെ കുറേ ചിന്തകൾ ഞാൻ പപ്പിയെ എന്ത് ചെയ്യാൻ
ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ദേ ആർ വെരി ഇമ്പോർട്ടൻറ്റ് ടു മീ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ ചിന്തകൾ, അങ്ങേ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ ചിന്തകൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. യു ആർ ഹൈലി എഡ്യൂക്കേറ്റഡ് ആൻഡ് യു പ്രൊവൈഡ് വെരി വെൽ ഫോർ ദി ഫാമിലി. പപ്പയെ സംബന്ധിച്ചിടത്തോളം പപ്പ വളരെ വിദ്യാസമ്പന്നനായ വ്യക്തിയാണ്. പപ്പ നന്നായി കുടുംബം നോക്കുന്ന ആളുമാണ്. കുടുംബത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ബട്ട് ഇൻ യുവർ ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോർ, എന്നാൽ പപ്പ ജോലി ചെയ്യുന്ന സ്റ്റോറിൽ അല്ലെങ്കിൽ പപ്പ ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഡു യു അപ്ലൈ പൈതഗോറസ് തിയറം ഓർ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റി? പപ്പ ഈ പൈതഗോറസിൻ്റെ സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ ഐസക് ന്യൂട്ടൻ്റെ ലോ ഓഫ് ഗ്രാവിറ്റി ഒക്കെ പ്രായോഗികമാക്കാറുണ്ടോ എന്നാണ് അവൻ ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പപ്പയുടെ ജോലി സ്ഥലത്ത് പപ്പ പഠിച്ച പൈതഗോറസ് സിദ്ധാന്തം എന്നാണ്. പൈതഗോറസ് ആരാണ്? മാത്തമാറ്റിക്സിൻ്റെ വലിയ സയൻറ്റിസ്റ്റാണ് അല്ലേ, ശാസ്ത്രജ്ഞനാണ്. അതുപോലെ തന്നെ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്ടൻ്റെ ഗുരുത്വാകർഷണ സിദ്ധാന്തം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ന്യൂട്ടൻ മരച്ചുവട്ടിലിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആപ്പിൾ മരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ആപ്പിൾ അദ്ദേഹത്തിൻ്റെ തലയിൽ വീഴുകയും അദ്ദേഹം എന്തുകൊണ്ട് ആപ്പിൾ ഞെട്ടറ്റ് താഴേക്ക് പോന്നു, എന്തുകൊണ്ട് മുകളിലേക്ക് പോയില്ല എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുകയും അങ്ങനെയാണ് ഭൂമിക്ക് ഗുരുത്വാകർഷണ ബലമുണ്ട് എന്ന് അദ്ദേഹം കണ്ടെത്തിയതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ രാഹുൽ പപ്പയോട് ചോദിക്കുന്നത്, പപ്പയുടെ ജോലി സ്ഥലത്ത് പപ്പ ഈ പൈതഗോറസ് സിദ്ധാന്തമോ അല്ലെങ്കിൽ ലോ ഓഫ് ഗ്രാവിറ്റിയൊക്കെ ഉപയോഗിക്കാറുണ്ടോ? ഫോർ ദാറ്റ് മാറ്റർ ഡസ് യുവർ ഡോക്ടർ ഫ്രണ്ട്, ഇതേ കാര്യം തന്നെ പപ്പയുടെ ഫ്രണ്ടായിട്ടുള്ള ഡോക്ടർ ഉപയോഗിക്കാറുണ്ടോ? ഓർ യുവർ ലോയർ ബ്രദർ, പപ്പയുടെ സഹോദരനായിട്ടുള്ള വക്കീൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയിൽ ഈ സിദ്ധാന്തങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ടോ എന്നാണ് അവൻ ചോദിക്കുന്നത്. അടുത്ത പാരഗ്രാഫിലേക്ക് പപ്പ, മൈ ഗ്രാൻഡ് ഫാദർ സ്പീക്സ് ഓഫ് എ കെയർ ഫ്രീ ആൻഡ് ബ്യൂട്ടിഫുൾ ചൈൽഡ്ഹുഡ്. എൻ്റെ മുത്തശ്ശൻ എന്ന് രാഹുൽ പറയുമ്പോൾ ആരാണ്? അവൻ്റെ പപ്പയുടെ അച്ഛൻ, പപ്പയുടെ പപ്പ അല്ലെങ്കിൽ രാഹുലിൻ്റെ മുത്തശ്ശൻ അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെ വളരെ കെയർ ഫ്രീ ആയിട്ടുള്ള അല്ലലില്ലാത്ത മനോഹരമായ ബാല്യകൗമാരകാലത്തെക്കുറിച്ച് ഇവനോട് പറഞ്ഞിട്ടുണ്ട്. ഓഫ് ഡേയ്സ് സ്പെൻഡ് ഇൻ പ്ലക്കിംഗ് മാംഗോസ് ആൻഡ് ഗുവാസ് ഫ്രം ദെയർ ഓർക്കാഡ്സ്. ഓർക്കാഡ്സ് മീൻസ് ഫലോദ്യാനം അല്ലെങ്കിൽ ഫലവൃക്ഷത്തോട്ടം. അപ്പോൾ ഫലവൃക്ഷത്തോട്ടത്തിൽ നിന്ന് മാങ്ങയും അതുപോലെ തന്നെ ഗുവാസ് പേരയ്ക്കയും ഒക്കെ ഇഷ്ടം പോലെ പറിച്ച് തിന്ന്, ഓർ പിക്നിക്സ് ഓൺ ദി ബാങ്ക്സ് ഓഫ് ദി റിവർ വേർ ദി മാൻ കുക്ക്ഡ് മൗത്ത് വാട്ടറിങ് ഫുഡ്, ഓർ പ്ലേയിങ് മാർബിൾസ് ആൻഡ് ജില്ലി ഡണ്ട. എന്താണ്? വൃക്ഷങ്ങളിൽ കയറി മാങ്ങയും പേരയ്ക്കയും എല്ലാം പറിച്ച് തിന്ന് നല്ല വിനോദത്തിനായിട്ട് എങ്ങോട്ട് പോകുന്നു? പുഴക്കരയിലേക്ക് പോവുകയും അവിടെ വെച്ച് മൗത്ത് വാട്ടറിങ് ഫുഡ് മാൻ കുക്ക്ഡ്, എന്താണ്? അവരെല്ലാവരും കൂടി വായിൽ വെള്ളമൂറുന്ന നല്ല ഭക്ഷണം ഉണ്ടാക്കുകയും, പ്ലേയിങ് മാർബിൾസ് മീൻസ് എന്താണ്? പുഴയിലെ വളരെ മിനുസമുള്ള കല്ലുകൾ. ആൻഡ് ജില്ലി ഡണ്ട മീൻസ് ചിപ്പികൾ. അപ്പോൾ ചിപ്പികളും മിനുസമുള്ള കല്ലുകളുമൊക്കെ കൊണ്ട് കളിക്കുന്നതും, അതുപോലെ തന്നെ പുഴക്കരയിൽ വെച്ച് ഭക്ഷണം പാകം ചെയ്ത് ആസ്വാദ്യകരമായി കഴിക്കുന്നതും, അതുപോലെ തന്നെ പുഴക്കരയിലൂടെ കളിച്ച് നടക്കുന്നതും മാങ്ങയും പേരയ്ക്കുമെല്ലാം പറിച്ച് തിന്ന് നടക്കുന്ന വളരെ അല്ലലില്ലാത്ത ബാല്യകാലത്തെക്കുറിച്ച് മുത്തച്ഛൻ രാഹുലിനോട് പറഞ്ഞിട്ടുണ്ട്. ഫ്രം ഹിസ് ടോക്ക്, അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും
ഇറ്റ് സീംസ് സ്റ്റഡി വേർ ആൻ ആൻസിലറി സബ്ജക്റ്റ്. മുത്തച്ഛൻ്റെ അഭിപ്രായത്തിൽ, മുത്തച്ഛൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലായ കാര്യം, സ്റ്റഡി എന്ന് പറയുന്നത്, പഠനം എന്ന് പറയുന്നത് ആൻസിലറി സബ്ജക്റ്റാണ്. ആൻസിലറി സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അനുബന്ധ വിഷയമാണ്. അനുബന്ധ വിഷയമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമല്ല. ലിവിങ് ആൻഡ് എക്സ്പീരിയൻസിങ് ദ മേജർ സബ്ജക്റ്റ്. ജീവിക്കുകയും ജീവിതാനുഭവങ്ങൾ ഉണ്ടാക്കുകയുമാണ് പ്രധാനപ്പെട്ട വിഷയം. പഠനം എന്ന് പറയുന്നത് രണ്ടാമത്തെ അല്ലെങ്കിൽ അനുബന്ധ വിഷയമാണെന്നാണ് വല്യച്ഛൻ പറഞ്ഞിട്ടുള്ളത്. അവൻ വീണ്ടും രാഹുൽ ചോദിക്കുകയാണ്, ഫാദർ ഈസ് ഹീ ഫിബിങ്? ഫിബിങ് മീൻസ് പുളുവടിക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പുളുവടിക്കുക അല്ലെങ്കിൽ വെറുതെ പറയുക. മുത്തച്ഛൻ വെറുതെ പറയുന്നതാണോ എന്നവൻ അച്ഛനോട് ചോദിക്കുകയാണ്. ഓർ ഈസ് ഇറ്റ് പോസിബിൾ ദാറ്റ് ദ വേൾഡ് ഹാസ് ടേൺഡ്? ഇനി അങ്ങനെ സംഭവിച്ചാൽ, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ ജീവിക്കുകയും അതുപോലെ തന്നെ ജീവിതാനുഭവങ്ങൾ ഉണ്ടാക്കുന്നതിന് ഒന്നാം സ്ഥാനം കൊടുക്കുകയും പഠനത്തിന് രണ്ടാം സ്ഥാനം കൊടുക്കുകയുമാണെങ്കിൽ വേൾഡ് ഹാസ് ടേൺ ടോപ്സി ടർവി ഇൻ ജസ്റ്റ് അബൌട്ട് 70 years. അപ്പോൾ മുത്തച്ഛന് 70 വർഷമായി പ്രായം. അപ്പോൾ ഈ 70 വർഷം കൊണ്ട് മുത്തച്ഛൻ അങ്ങനെ ചിന്തിച്ചത് കൊണ്ട് എന്താണ് സംഭവിച്ചത്? ടോപ്സി ടർവി ആയോ എന്നാണ്. ടോപ്സി ടർവി എന്ന് പറഞ്ഞാൽ കീഴ്മേൽ മറിയുക അല്ലെങ്കിൽ താറുമാറാവുക എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ മുത്തച്ഛൻ ചിന്തിച്ചത് കൊണ്ട് ഈ 70 വയസ്സുകാലത്ത് ലോകം കീഴ്മേൽ മറിഞ്ഞോ എന്ന് അവൻ അച്ഛനോട് ചോദിക്കുകയാണ്. മുത്തച്ഛൻ അങ്ങനെ ചിന്തിക്കുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്തുകൊണ്ട് മുത്തച്ഛൻ്റെ ഈ 70 വർഷ കാലയളവിൽ മുത്തച്ഛൻ്റെ ലോകം കീഴ്മേൽ മറിഞ്ഞു പോയോ അല്ലെങ്കിൽ മുത്തച്ഛൻ്റെ ജീവിതം താറുമാറായോ എന്നാണ് അവൻ അച്ഛനോട് ചോദിക്കുന്നത്. അടുത്ത പാരഗ്രാഫിലേക്ക് പോവുകയാണ്. പപ്പ, മൈ ഗ്രാൻഡ് മദർ ഈസ് സെമി ലിറ്ററേറ്റ്. എൻ്റെ വല്യമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് മാത്രം പഠിച്ചിട്ടുള്ള സെമി ലിറ്ററേറ്റ് ആണ്. കുറച്ച് മാത്രം പഠിച്ചിട്ടുള്ള ആളാണ് വല്യമ്മച്ചി. യെറ്റ് ഷീ ഈസ് അറ്റ് പീസ് വിത്ത് ഹെർ പോട്ട്സ്, പാൻസ്, ഹെർ ഫ്ലവേഴ്സ് ആൻഡ് ഗാർഡൻ, ഹെർ ഭഗവത്ഗീത ആൻഡ് സ്ക്രിപ്റ്റേഴ്സ്. എന്നിരുന്നാലും കുറച്ച് മാത്രം പഠിപ്പുള്ളൂവെങ്കിലും വല്യമ്മച്ചിയുടെ കുടങ്ങളും കലങ്ങളും പാത്രങ്ങളും പൂക്കളും ഗാർഡനും പൂന്തോട്ടവും ഭഗവത്ഗീതയും അതുപോലെ തന്നെ മറ്റു വേദപുസ്തകങ്ങളും സ്ക്രിപ്റ്റേഴ്സും ഒക്കെ ആയിട്ട് വളരെ സമാധാനത്തിലാണ് ജീവിക്കുന്നത്. വല്യമ്മച്ചി ചെറിയ ജീവിതം, എന്താണ്, അടുക്കള ജോലിയും അതുപോലെ തന്നെ പൂക്കൾ ശേഖരിക്കുകയും അതുപോലെ തന്നെ ഉദ്യാനമുണ്ടാക്കുകയും അതുപോലെ തന്നെ ഭഗവത്ഗീത വായിക്കുകയും വേദപുസ്തകങ്ങൾ വായിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് വളരെ ശാന്തമായിട്ടാണ് ജീവിക്കുന്നത് എന്ന് രാഹുൽ പറയുകയാണ്. ഇനി എന്താ പറയുന്നത്? മൈ മദർ ഹൈലി ക്വാളിഫൈഡ്. ഇനി എൻ്റെ അമ്മയെക്കുറിച്ച് പറയാം. എൻ്റെ അമ്മ എന്താണ്? വളരെ ക്വാളിഫൈഡ് ആണ്, വളരെ വിദ്യാഭ്യാസമുള്ള ആളാണ്. ഈസ് ഹൈലി സ്ട്രങ്. എന്നിരുന്നാലും അവൾ എന്താണ്? വിജൃംഭിതയാണ്, വളരെ വിജൃംഭിതയാണ്, വളരെ സഭാകമ്പമുള്ള, വളരെ അസ്വസ്ഥതയുള്ള ആളാണ്. ഹൈലി സ്ട്രങ്, ടെൻസ് ആൻഡ് നെർവസ്. വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്ന, വളരെ നെർവസായുള്ള, അസ്വസ്ഥതയായിട്ടുള്ള, വളരെ ടെൻഷൻ അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ് അവൻ്റെ അമ്മയെന്ന് അവൻ പരിചയപ്പെടുത്തുന്നു. ഡു യു തിങ്ക് ലിറ്ററസി മേക്ക് ആസ് റെസ്റ്റ്ലെസ്, അഫ്രൈഡ് ആൻഡ് ഫ്രസ്ട്രേറ്റഡ്? രാഹുൽ ചോദിക്കുകയാണ്, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, പപ്പ ചിന്തിക്കുന്നുണ്ടോ, ലിറ്ററസി അല്ലെങ്കിൽ അക്ഷരജ്ഞാനം മേക്ക് ആസ് നമ്മളിൽ ഉണ്ടാക്കുന്നു, അക്ഷരം അല്ലെങ്കിൽ വിദ്യാഭ്യാസം നമ്മളിൽ എന്തുണ്ടാക്കുന്നു? വിശ്രമമില്ലായ്മയും ഭയവും അതുപോലെ തന്നെ അസ്വസ്ഥതയും, ഫ്രസ്ട്രേറ്റഡ്, അസ്വസ്ഥതയും ഉണ്ടാക്കുന്നുണ്ടോ എന്ന് അവൻ പപ്പയോട് ചോദിക്കുകയാണ്. വിദ്യാഭ്യാസമാണോ നമ്മിൽ എന്തുണ്ടാക്കുന്നത്? ഭയവും
അസ്വസ്ഥതയും വിശ്രമമില്ലായ്മയും എല്ലാം സൃഷ്ടിക്കുന്നത് എന്ന് അവൻ പപ്പയോട് ചോദിക്കുന്നു. ഓക്കെ, ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് 4.1 ശ്രദ്ധിക്കുക. ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് 4.1. അപ്പോൾ 4.1 നമ്മൾ ആൻസർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെക്ക് യുവർ ആൻസർ എന്ന ഭാഗം ശ്രദ്ധിക്കുക. ചെക്ക് യുവർ ആൻസർ എന്ന ഭാഗം എടുത്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആൻസറാണ് നമ്മൾ ചെയ്യേണ്ടത്. പേജ് നമ്പർ 36 നോക്കുക. 36 ചെക്ക് യുവർ ആൻസർ എന്ന് കാണുന്നുണ്ട്. ഇനി ഒന്നാമത്തെ ചോദ്യം വായിക്കാം. ഒന്നാമത്തെ ചോദ്യത്തിൽ 4 ചോദ്യമുണ്ട്, ABCD. എയിലെ ചോദ്യം എന്താണ്? ഹൂ ഹാസ് റിട്ടൺ ദി ലെറ്റർ? ഹൂ ഹാസ് റിട്ടൺ ഇൻ ദി ലെറ്റർ? ആരാണ് ഈ ലെറ്റർ എഴുതിയത്? അപ്പോൾ ഒന്നാമത്തെ ആൻസർ, ആരാണ് ലെറ്റർ എഴുതിയത്? രാഹുലാണ് ലെറ്റർ എഴുതിയത്. രണ്ടാമത്തെ ചോദ്യം, ഹൂ ഈസ് റിട്ടൺ ടു? ആർക്കാണ് ഈ ലെറ്റർ എഴുതിയത്? ആർക്കാണ് ലെറ്റർ എഴുതിയത്? ടു ഹിസ് ഫാദർ, അവൻ്റെ അച്ഛനാണ് അവൻ ലെറ്റർ എഴുതിയത്. സി ക്വസ്റ്റ്യൻ, വൈ ഹാസ് ഇറ്റ് ബീൻ റിട്ടൺ? എന്തുകൊണ്ടാണ് അവൻ ആ ലെറ്റർ എഴുതിയത്? ഇൻ റിപ്ലൈ ടു ഹിസ് ഫാദേഴ്സ് ലെറ്റർ ബിക്കോസ് ഹീ ലോസ്റ്റ് ഹിസ് ഫസ്റ്റ് റാങ്ക്. അവൻ്റെ ഫസ്റ്റ് റാങ്ക് നഷ്ടപ്പെട്ടതിനെ സംബന്ധിച്ച് അച്ഛൻ അവൻ എഴുതിയ എഴുത്തിൻ്റെ മറുപടിയായിട്ടാണ് അവൻ ഈ ലെറ്റർ എഴുതിയത്. നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ, വാട്ട് ഹാഡ് ഹിസ് ഫാദർ റിട്ടൺ? എന്താണ് അച്ഛൻ അവൻ എഴുതിയത്? ടു പേ മോർ അറ്റൻഷൻ ഹിസ് സ്റ്റഡീസ്, പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ് അച്ഛൻ അവന് എഴുതിയിരുന്നത്. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഈസ് ദി റൈറ്റർ എ ഗുഡ് സ്റ്റുഡൻറ്റ്? ഈ എഴുത്തെഴുതിയ രാഹുൽ നല്ല സ്റ്റുഡൻ്റ് ആണോ? വിച്ച് വേർഡ്സ് ഗീവ് യു ദീസ് ആൻസർ? ഏത് വാചകത്തിലാണ് ഈ ആൻസർ, അതിനെ സ്വാധീനിക്കുന്ന ആൻസർ കിടക്കുന്നത്? യെസ്, അവൻ നല്ല സ്റ്റുഡൻ്റ് ആണെന്ന് ആൻസറിൽ പറയുന്നുണ്ട്. ഹിസ് ഫസ്റ്റ് റാങ്ക് സ്ലിപ്ഡ് ടു സെക്കൻഡ്സ്. അപ്പോൾ 1/4 മാർക്കിൻ്റെ വ്യത്യാസത്തിൽ സെക്കൻഡ് റാങ്ക് കിട്ടിയ കുട്ടി എന്ന രൂപത്തിൽ അവൻ എന്താണ്, മിടുക്കനായ കുട്ടിയാണ്. ആ മിടുക്കനാണ് എന്ന് കാണിക്കുന്ന വാക്ക് പുസ്തകത്തിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിവിടെ പറയുന്നുണ്ട്. ഹിസ് ഫസ്റ്റ് റാങ്ക് സ്ലിപ്ഡ് ടു സെക്കൻഡ് എന്ന് പറയുന്നു. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? അവൻ നല്ല മിടുക്കനായ കുട്ടിയാണ്. മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ആർ പൈതഗോറസ് തിയറം ആൻഡ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റി ഇമ്പോർട്ടൻറ്റ് ടു ഓൾ ഓഫ് അസ് ഇൻ അവർ ഡെയിലി ലൈഫ്സ്? നമ്മുടെ നിത്യജീവിതത്തിൽ എല്ലാവർക്കും പൈതഗോറസ് സിദ്ധാന്തവും ന്യൂട്ടൻ്റെ ലോ ഓഫ് ഗ്രാവിറ്റിയും അത്യാവശ്യമാണോ? വാട്ട് ഡു യു തിങ്ക് വി ഓൾ ലേൺ അബൌട്ട് ഇറ്റ്? നമ്മളെല്ലാം അത് പഠിക്കുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോ, ആൻസർ പറയണം നോ. നമ്മുടെ നിത്യജീവിതത്തിൽ അതിൻ്റെ ആവശ്യം ഇല്ല. ജനറൽ നോളജ്, ജനറൽ എഡ്യൂക്കേഷൻ, നമ്മളത് പഠിക്കണം. എന്തിൻ്റെ ഭാഗമായിക്കൊണ്ട്? ഫോർ ജനറൽ നോളജ് അല്ലെങ്കിൽ ഫോർ ജനറൽ എഡ്യൂക്കേഷന് വേണ്ടി, ഒരു പൊതുവിദ്യാഭ്യാസത്തിന് വേണ്ടിയും പൊതു അറിവിന് വേണ്ടിയും നമ്മളതൊക്കെ പഠിച്ചിരിക്കണം. പക്ഷേ നിത്യജീവിതത്തിൽ അതിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് ആൻസറിൽ പറഞ്ഞിട്ടുള്ളത്. വാട്ട് കൈൻഡ് ഓഫ് ലൈഫ് ഡിഡ് ദി റൈറ്റേഴ്സ് ഗ്രാൻഡ് ഫാദർ ലീഡ് വെൻ ഹി വാസ് എ സ്മോൾ ബോയ്? അവൻ്റെ മുത്തച്ഛൻ ഒരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എങ്ങനെയുള്ള ജീവിതമാണ് നയിച്ചത്? വാട്ട് വാസ് കൺസിഡേർഡ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദോസ് ഡേയ്സ്? ആ ദിവസങ്ങളിൽ എന്തിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസറിൽ പറയുകയാണ് ഹിസ് ഗ്രാൻഡ് മദർ നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ചെയ്യുക. ഓഫ് ഹാപ്പിനെസ് ആൻഡ് എൻജോയ്മെൻറ്റ്, അദ്ദേഹം എങ്ങനെയായിരുന്നു? വളരെ സന്തോഷവാനും വളരെ ജീവിതം ആസ്വദിക്കുന്നവനും ആയിരുന്നു. ആരെ? ഗ്രാൻഡ് ഫാദർ, അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്ത്. ഇനി അദ്ദേഹം എന്തിനാണ് പ്രാധാന്യം കൊടുത്തതെന്നാണ് ചോദ്യം. ലിവിങ് ആൻഡ് എക്സ്പീരിയൻസിങ്, ജീവിക്കുകയും അനുഭവിക്കുകയും ചെയ്യുക, അതിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തിരുന്നത്. ഇനി അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യമാണ്. എയും ബിയും ഉണ്ട്, ശ്രദ്ധിക്കുക. വാട്ട് ഡിഫറൻസ് ഡസ് ദ റൈറ്റർ സീ ഇൻ ഹിസ് മദേഴ്സ് നേച്ചർ ആൻഡ് ഹിസ് ഗ്രാൻഡ് മദേഴ്സ് നേച്ചർ? അവൻ്റെ അമ്മയുടെ പ്രകൃതത്തിലും
അവൻ്റെ വല്യമ്മയുടെ പ്രകൃതത്തിലുമുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് രാഹുൽ കാണുന്നത്? എന്തൊക്കെയാണ്? അഞ്ചാമത്തെ എ ആണ് പറയുന്നത്, ഹിസ് ഗ്രാൻഡ് മദർ ഈസ് പീസ്ഫുൾ ആൻഡ് റിലാക്സ്ഡ്. വളരെ ശാന്തതയും വളരെ സമാധാനമുള്ള സ്ത്രീയായിരുന്നു അവൻ്റെ വല്യമ്മ എന്ന് പറയുന്നത്. ഹിസ് മദർ ഈസ് ഹൈലി സ്ട്രങ്, ടെൻസ് ആൻഡ് നെർവസ്. അവൻ്റെ അമ്മ വളരെ ഹൈലി സ്ട്രങ് ആയിരുന്നു, വിജൃംഭിതയും വളരെ ടെൻഷൻ അനുഭവിക്കുന്നവളും, ആൻഡ് നെർവസ്, വളരെ അസ്വസ്ഥതയുള്ള സ്ത്രീയും ആയിരുന്നു. ഇനി ബി ചോദ്യം എന്താണ് ചോദിക്കുന്നത്? 5-ൽ ബി, വാട്ട് ഡസ് ഹി തിങ്ക് ഈസ് ദി റീസൺ ഫോർ ദിസ്? എന്താണ് ഇതിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ അമ്മയുടെ ഇത്തരത്തിലുള്ള സ്വഭാവത്തിൻ്റെ പ്രത്യേകത, കാരണം എന്തെന്നാണ് രാഹുൽ ചിന്തിക്കുന്നത്? കാരണം എന്താണ്? ഹിസ് മദർ ഈസ് ഹൈലി എഡ്യൂക്കേറ്റഡ്. രാഹുൽ ചിന്തിക്കുന്നത് അമ്മ വളരെ വിദ്യാഭ്യാസമുള്ള സ്ത്രീയായിരുന്നു, അതുകൊണ്ടാണ് അവർക്ക് ഇത്രമാത്രം ടെൻഷനും പ്രശ്നങ്ങളും എല്ലാം ഉള്ളത് എന്ന് രാഹുൽ ചിന്തിക്കുന്നു. ഓക്കെ, അടുത്ത പാരഗ്രാഫിലേക്ക് പോവുകയാണ്. സെക്ഷൻ 2ലാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. സെക്ഷൻ 2. ഓ പപ്പ, ലാസ്റ്റ് വീക്ക് മൈ റോസ് പ്ലാന്റ് ഓൾമോസ്റ്റ് ഡൈഡ്. പപ്പേ, കഴിഞ്ഞ ആഴ്ച എൻ്റെ റോസച്ചെടി ഏറെക്കുറെ പൂർണ്ണമായിട്ടും ഡൈഡായി എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടും കരിഞ്ഞുപോയി. സം പെറ്റ്സ്, ചില കീടങ്ങളായിരുന്നു അതിന് കാരണം. പെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കീടങ്ങൾ. ഐ ആസ്ക്ഡ് മൈ ബയോളജി ടീച്ചർ, ഞാൻ എൻ്റെ ബയോളജി ടീച്ചറോട് ചോദിച്ചു. വാട്ട് ഐ ഷുഡ് ഡു ടു സേവ് ഇറ്റ്, ഞാൻ അതിനെ രക്ഷിക്കാൻ, ആരെ രക്ഷിക്കാൻ? റോസച്ചെടിയെ രക്ഷിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ ബയോളജി ടീച്ചറോട് ചോദിച്ചു. ആൻഡ് ഷീ വാസ് ക്രോസ്, അവൾ എന്ത് ചെയ്തു? ടീച്ചർ എന്നോട് ദേഷ്യപ്പെടുകയാണ് ഉണ്ടായത്. ഷീ സെഡ്, ഗോ ആസ്ക് ദ ഗൈ ഹു കീപ്സ് ഗാർഡനിങ് തിങ്സ്. ടീച്ചർ എന്നോട് പറഞ്ഞു, നീ പോയി ഉദ്യാനം പരിപാലിക്കുന്ന അല്ലെങ്കിൽ ഗാർഡനൊക്കെ നോക്കുന്ന ആളുകളോട് ചോദിക്കാൻ പറഞ്ഞു. ഹി വിൽ ടെൽ യു, അയാൾ നിനക്ക് പറഞ്ഞു തരുമെന്ന് ടീച്ചർ പറഞ്ഞു. യഥാർത്ഥത്തിൽ ബയോളജി എന്ന് പറയുന്ന വിഷയം സസ്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്, അല്ലേ? സസ്യങ്ങളെ, ജന്തുക്കളെക്കുറിച്ചുള്ള വിഷയമാണ് ബയോളജി എന്ന് പറയുന്നത്. അപ്പോൾ അത് പഠിപ്പിക്കുന്ന ടീച്ചറോട് അവൻ സ്വാഭാവികമായിട്ടും റോസാച്ചെടി ഇങ്ങനെ ചില കീടങ്ങൾ നശിപ്പിച്ചു, അത് ഉണങ്ങിപ്പോയി, അതിനെ വീണ്ടെടുക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ അവനോട് വഴക്ക് കൂടുകയും അല്ലെങ്കിൽ ടീച്ചർ അവനോട് ദേഷ്യപ്പെടുകയും, ടീച്ചർ നീ പോയി ഉദ്യാനം പരിപാലിക്കുന്ന അല്ലെങ്കിൽ ചെടികളൊക്കെ നട്ടു വളർത്തുന്ന അറിയുന്ന ആളുകളോട് പോയി ചോദിക്ക്, അവർ നിനക്ക് മറുപടി തരുമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അവൻ പറയാണ്, വി ലേൺ അബൌട്ട് ദി പെസ്റ്റിസൈഡ്സ് ബട്ട് വി ഡു നോട്ട് നോ ഹൗ ടു യൂസ് ദം. പെസ്റ്റിസൈഡ്സ് എന്ന് പറഞ്ഞാൽ കീടനാശിനികൾ. അപ്പോൾ നമ്മൾ കീടനാശിനികളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ല. ഓ ഫാദർ, ഓ പപ്പേ, ഇറ്റ് മാറ്റേഴ്സ് നോട്ട് ടു മീ വൈ ദ ആപ്പിൾ ഡസ് നോട്ട് ഫോൾ അപ്വേഴ്സ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിഷയം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ആപ്പിൾ മുകളിലേക്ക് പോയില്ല എന്നുള്ളതല്ല എൻ്റെ വിഷയം. എന്ന് പറഞ്ഞാൽ എന്താണ്? ആപ്പിൾ താഴേക്ക് വന്നതിൻ്റെ കാരണമാണ് ഐസക് ന്യൂട്ടൻ കണ്ടുപിടിച്ചത്. പക്ഷേ എൻ്റെ വിഷയം, അപ്പോൾ ഐസക് ന്യൂട്ടൻ ചിന്തിച്ചു എന്തുകൊണ്ട് ആപ്പിൾ മുകളിലേക്ക് പോയില്ല എന്ന്. അപ്പോൾ ആപ്പിൾ എന്തുകൊണ്ട് മുകളിലേക്ക് പോയില്ല എന്നുള്ളതല്ല പപ്പ എൻ്റെ വിഷയം. നോർ ഐ ഡു കെയർ വാട്ട് ആർക്കിമിഡീസ് ഡിഡ്. അതുതന്നെ ആർക്കിമിഡീസ് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നും എൻ്റെ വിഷയമല്ല. വാട്ട് മാറ്റേഴ്സ് ടു മീ, എന്നെ സംബന്ധിക്കുന്ന വിഷയം, ഈസ് ദാറ്റ് മൈ റോസ് പ്ലാന്റ്സ് റിമെയിൻ ഹെൽത്തി. എൻ്റെ റോസച്ചെടികൾ ഇനിയും പൂർവാധികം ആരോഗ്യത്തോടെ വളരണം എന്നുള്ളതാണ് എൻ്റെ വിഷയം, അല്ലാതെ സിദ്ധാന്തങ്ങളൊന്നും അല്ല എൻ്റെ വിഷയം. വെൻ ദർ ഈസ് എ ഫ്യൂസ് ഇൻ മൈ ഹൗസ്. ഇനി നമ്മുടെ വീട്ടിലൊരു ഫ്യൂസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഫ്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കറണ്ട് കണക്ട് ചെയ്യുന്ന
ഫ്യൂസ്. ഐ ഷുഡ് നോ ഹൗ ടു ഡു സംതിങ് അബൌട്ട്. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് തീർച്ചയായിട്ടും കുറേ കാര്യങ്ങളിൽ ഞാൻ പഠിച്ചിരിക്കണം. ഐ ഷുഡ് നോ ഹൗ ടു മേക്ക് എ ഡെസ്ക് ഫോർ മൈസെൽഫ് ഫ്രം മൈ കാർപ്പൻ്റർ ടൂൾസ്. എൻ്റെ വീട്ടിലുള്ള ഉളിയും കൊട്ടുപടിയും ഒക്കെ ഉപയോഗിച്ച് എനിക്ക് വേണ്ടി എങ്ങനെ ഒരു ചെറിയ മേശ ഉണ്ടാക്കാമെന്ന് ഞാൻ പഠിച്ചിരിക്കണം. ഇൻസ്റ്റഡ് ഐ ലേൺ അബൌട്ട് ഹൈപ്പോറ്റനസ് റിലേഷണൽ സ്ക്വയർ റൂട്ട്സ്. എന്തിന് പകരമായിട്ട് ഇൻസ്റ്റഡ് ഞാൻ ഈ അനുമാന സിദ്ധാന്തം, ഹൈപ്പോറ്റനസ് എന്ന് പറഞ്ഞാൽ അനുമാന സിദ്ധാന്തം, റിലേഷണൽ സ്ക്വയർ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സിലെ ഒരു പ്രത്യേക ഭാഗമാണ് അല്ലേ. സ്ക്വയർ റൂട്ട്സ് ഒക്കെ വരുന്ന പ്രത്യേക ഭാഗമാണ്. അപ്പോൾ റിലേഷണൽ സ്ക്വയർ റൂട്ട്സോ അല്ലെങ്കിൽ ഹൈപ്പോട്ടനസ് തിയറമോ ഒന്നുമല്ല ഞാൻ പഠിക്കേണ്ടത്. അതിന് പകരമായി ഇൻസ്റ്റഡ് ഐ ലേൺ. അപ്പോൾ ഞാൻ ഇതൊക്കെ പഠിക്കുന്നതിന് പകരമായിട്ട് എൻ്റെ വീട്ടിൽ ഒരു ഫ്യൂസ് ഉണ്ടെങ്കിൽ അത് എങ്ങനെ ഉപയോഗിക്കണമെന്നും എനിക്കൊരാവശ്യം വരുമ്പോൾ എൻ്റെ വീട്ടിലെ പണിയായുധങ്ങൾ വെച്ചുകൊണ്ട് എനിക്കൊരു ചെറിയ മേശ എങ്ങനെ ഉണ്ടാക്കാമെന്നും ഇതൊക്കെയാണ് ഞാൻ പഠിച്ചിരിക്കേണ്ടതെന്ന് രാഹുൽ പറയുകയാണ്. അടുത്ത പാരഗ്രാഫ്. പപ്പ, വൺസ് ഐ ആസ്ക്ഡ് മൈ ഗ്രാൻഡ് മദർ ഹൗ ഷീ ഗോട്ട് ടു ബി സോ വൈസ്. ഞാനൊരിക്കൽ എൻ്റെ വല്യമ്മച്ചിയോട് ചോദിച്ചു, വല്യമ്മച്ചി എങ്ങനെയാണ് ഇത്രയും ബുദ്ധിമതിയായിരിക്കുന്നത്? ഡു യു നോ വാട്ട് ഷീ സെഡ്? അപ്പോൾ അവൾ പറഞ്ഞത് എന്താണെന്ന് പപ്പയ്ക്ക് അറിയുമോ? അവൾ പറഞ്ഞത് എന്താണെന്ന് പപ്പയ്ക്ക് അറിയുമോ? ആര് പറഞ്ഞത്? വല്യമ്മച്ചി പറഞ്ഞത് എന്താണെന്ന് പപ്പയ്ക്ക് അറിയുമോ എന്നാണ് ചോദിച്ചത്. ബൈ ലിവിങ് ആൻഡ് എക്സ്പീരിയൻസിങ്. വല്യമ്മച്ചി പറഞ്ഞത് ജീവിച്ച് അനുഭവങ്ങൾ ഉണ്ടാക്കുക, ജീവിത അനുഭവങ്ങൾ ഉണ്ടാക്കുക. ബൈ ലിവിങ് ആൻഡ് എക്സ്പീരിയൻസിങ്, ജീവിതത്തിൽ നിന്ന് അനുഭവങ്ങൾ നേടുക എന്നാണ് വല്യമ്മച്ചി പറഞ്ഞത്. ആൻഡ് ഷീ ലോഫ്ഡ് ആസ് ദൗ ഐ ഹാഡ് ആസ്ക്ഡ് സംതിങ് വിച്ച് വാസ് സോ ഒബ്വിയസ്. അതുപോലെ തന്നെ എൻ്റെ ഈ ചോദ്യം കേട്ട് വളരെ അർത്ഥപൂർണമായ വളരെ വ്യക്തതയുള്ള ഈ ചോദ്യം കേട്ട് വല്യമ്മച്ചി ചിരിക്കുകയും ചെയ്തു. ഇനി അവൻ ചോദിക്കണം, ആർ വി ലിവിങ് പപ്പ? നമ്മൾ ജീവിക്കുന്നുണ്ടോ പപ്പേ? ഓർ ഈസ് ലൈഫ് ബൈ പാസിങ് അസ്? അതോ ജീവിതം നമ്മളിലൂടെ കടന്നു പോവുകയാണോ? വളരെ അർത്ഥവത്തായ ചോദ്യമാണ് രാഹുൽ ചോദിക്കുന്നത്. പപ്പേ, നമ്മൾ ജീവിക്കുന്നുണ്ടോ അതോ ജീവിതം നമ്മളിലൂടെ കടന്നു പോവുകയാണോ എന്ന് ചോദിക്കുന്നു. ഇനി അടുത്ത പോയിൻറ്റ്സ് എന്താ പറയുന്നത്? വാട്ട് ഐ ഫിയർ ഈസ് ദാറ്റ് ഇഫ് ഐ വർ നോട്ട് മീറ്റ് ന്യൂട്ടൺ ഫേസ് ടു ഫേസ്. ഞാൻ ഭയപ്പെടുകയാണ്. എന്താ ഭയപ്പെടുന്നത്? ഐ ഫിയർ ഈസ് ദാറ്റ് ഇഫ് ഐ വർ ടു മീറ്റ് ന്യൂട്ടൺ ഫേസ് ടു ഫേസ്. ഞാൻ ഏത് ന്യൂട്ടനെ? ഐസക് ന്യൂട്ടനെ ഏതെങ്കിലും സമയത്ത് മുഖാമുഖം കാണുകയാണെങ്കിൽ ഞാൻ ഭയപ്പെടുകയാണ്. എന്താണ് ഞാൻ ഭയപ്പെടുന്നത്? ഐ വുഡ് ഫെയിൽ ടു റെക്കഗ്നൈസ് ഹിം. ഞാൻ അദ്ദേഹത്തെ തിരിച്ചറിയാൻ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം. ഞാൻ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞൊന്നു വരില്ല. കാരണം എന്താണ്? സോ ബിസി ആം ഐ ലേണിംഗ് അബൌട്ട് ഹിം. ഞാൻ ഐസക് ന്യൂട്ടനെക്കുറിച്ചും ഐസക് ന്യൂട്ടൻ്റെ സിദ്ധാന്തങ്ങളെക്കുറിച്ചും പഠിക്കാനുള്ള തിരക്കിലായതുകൊണ്ട് ഐസക് ന്യൂട്ടനെ ഞാൻ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചറിഞ്ഞു എന്ന് വരികയില്ല എന്ന് രാഹുൽ പറയുകയാണ്. അപ്പോൾ രാഹുൽ പറയുന്നത് എന്താണ്? വളരെയധികം സംഘർഷം അനുഭവിക്കുന്ന രാഹുലിൻ്റെ മനസ്സിൽ നിന്നാണ് ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടായി വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ സിദ്ധാന്തങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാക്ടിക്കൽ ജീവിതത്തിൽ പ്രായോഗികത്തിൽ അതൊന്നും പ്രാവർത്തികമാക്കാൻ കഴിയുന്നില്ല. എന്നാൽ നമുക്ക് പ്രായോഗിക ജീവിതത്തിൽ വേണ്ട അനുഭവങ്ങൾ ഉണ്ടാക്കാനുള്ള സമയവും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, പപ്പയോട് ചോദിക്കുന്നുണ്ട്, ആർ വി ലിവിങ് പപ്പ? നമ്മൾ ജീവിക്കുകയാണോ? ഓർ ഈസ് ലൈഫ് ബൈ പാസിങ് അസ്? ജീവിതം നമ്മളിലൂടെ കടന്നു പോവുകയാണോ എന്ന് അവൻ ചോദിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. യു നോ, പപ്പയ്ക്ക് അറിയുമോ? ജസ്റ്റ് ലൈക്ക് ദാറ്റ് ബോയ്.
പപ്പയ്ക്ക് ആ ബോയിയെക്കുറിച്ച് അറിയുമോ? ഏത് ബോയ്? വിനു ഇൻ ദാറ്റ് അവാർഡ് വിന്നിങ് ഫിലിം. ഏതോ ഒരു അവാർഡ് വാങ്ങിയ സിനിമയെക്കുറിച്ചാണ് പറയുന്നത്. ആ സിനിമയുടെ പേരോ അല്ലെങ്കിൽ ഏത് സിനിമയാണെന്നൊന്നും നമ്മളോട് പറയുന്നില്ല. പപ്പയും അവനും കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ അവൻ പറയുകയാണ് ആ സിനിമയിലെ വിനുവിനെ പോലെ. എന്താണ് ആ സിനിമയിലെ വിനുവിനെ പോലെ? ആ സിനിമയ്ക്ക് എന്താ പ്രത്യേകത? അവാർഡ് വിന്നിങ് ഫിലിമാണ്. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി പറയാം, അവാർഡ് നേടിയ സിനിമയിലെ വിനുവിനെ പോലെ. ഹീ പ്രാറ്റൽസ് ഓൺ. അവൻ ജൽപ്പിക്കുന്നു, അവനിങ്ങനെ പിറുപിറുക്കുന്നു. എന്ത് പിറുപിറുക്കുന്നു? ദ ഹിബിസ്കസ് ഈസ് റെഡ് 100 ടൈംസ്. ഒരു 100 പ്രാവശ്യം അവനിങ്ങനെ ജൽപ്പിക്കുന്നുണ്ട്, എടുത്തെടുത്ത് പറയുന്നുണ്ട്, പിറുപിറുക്കുന്നുണ്ട്. ഹിബിസ്കസ് ഈസ് റെഡ്. ഹിബിസ്കസ് എന്ന് പറഞ്ഞാൽ ചെമ്പരത്തി. ചെമ്പരത്തിയുടെ നിറം ചുവപ്പാണ് എന്ന് അവൻ ആ സിനിമയിൽ 100 പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇൻ ഹിസ് ബുക്ക്, എന്നാൽ അവൻ്റെ പുസ്തകത്തിൽ, അവൻ്റെ ബുക്കിൽ, നോട്ട് ബുക്കിൽ, ഈ കളേഴ്സ് ഇറ്റ് യെല്ലോ. അവൻ ചെമ്പരത്തിയുടെ കൊടുത്തിരിക്കുന്ന കളറ് മഞ്ഞ കളറാണ്. ആർ വി മിസ്സിങ് ഔട്ട് ഓൺ ദി എസൻസ് ഓഫ് ലൈഫ്? നമ്മൾ ജീവിതത്തിൻ്റെ സത്തയിൽ നിന്നും നഷ്ടപ്പെട്ടു പോയോ പപ്പേ എന്ന് അവൻ ചോദിക്കുന്നു. എന്താണ് രാഹുൽ പറഞ്ഞത്? അവനും പപ്പയും ഒക്കെ കണ്ട അവാർഡ് വിന്നിങ് സിനിമയുണ്ട്. അത് രാഹുൽ എന്ന് പറയുന്ന വിനു എന്ന് പറയുന്ന കഥാപാത്രം എന്ത് ചെയ്യുന്നു? ഒരു 100 പ്രാവശ്യം ചെമ്പരത്തിയുടെ നിറം ചുവപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും അവൻ്റെ നോട്ട്ബുക്കിൽ ചെമ്പരത്തിക്ക് അവൻ മഞ്ഞ നിറം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഒരു വിരോധാഭാസത്തെ കാണിക്കാൻ വേണ്ടി രാഹുൽ ആ ഒരു ഉദാഹരണം അവിടെ എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. എനിവേ പപ്പ. ഓക്കെ പപ്പ, എന്തൊക്കെയായാലും. ഡു യു നോ വേർ ഐ ലോസ്റ്റ് ദി ക്വാർട്ടർ മാർക്ക് ദാറ്റ് ബ്രോട്ട് അബൌട്ട് മൈ ഫോൾ? എൻ്റെ ചെറിയ പരാജയത്തിന് കാരണമായ ആ ക്വാർട്ടർ മാർക്ക് അല്ലെങ്കിൽ ആ 1/4 മാർക്ക് എങ്ങനെയാണ് നഷ്ടപ്പെട്ടതെന്ന് പപ്പയ്ക്ക് അറിയുമോ? ഇറ്റ് വാസ് എ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. അതൊരു ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഐ ഹെൽഡ് ദാറ്റ്. ഞാൻ അവിടെ എഴുതിയത് എന്താണ്? ഐ വാസ് ഇൻവൈറ്റഡ് ടു ടീ എന്നാണ് ഞാൻ എഴുതിയത്. ഐ വാസ് ഇൻവൈറ്റഡ് ടു ടീ എന്ന് എഴുതി. ആൻഡ് മൈ ടീച്ചർ വാസ് അഡാമാൻറ്റ് മീൻസ് നിർബന്ധം പിടിച്ചു. ദാറ്റ് ഹി വാസ് ഇൻവൈറ്റഡ് ഫോർ ടീ എന്ന് എഴുതണമെന്ന്. അപ്പോൾ ശ്രദ്ധിക്കുക, 2 വ്യത്യാസം. ഇൻവൈറ്റഡ് ടു ടീ എന്ന് അവൻ എഴുതി, ഇൻവൈറ്റഡ് ഫോർ ടീ എന്ന് ടീച്ചർക്ക് നിർബന്ധമായിരുന്നു. ഇൻവൈറ്റഡ് ഫോർ ടീ എന്ന് എഴുതണമെന്ന് ടീച്ചർക്ക് നിർബന്ധമായിരുന്നു. ഇത് ശരിക്കും രണ്ടും ശരിയാണ്. ഇൻവൈറ്റഡ് ടു എന്ന് പറഞ്ഞു ചായക്ക് ക്ഷണിക്കപ്പെട്ടു അല്ലെങ്കിൽ ചായ കുടിക്കാൻ ക്ഷണിക്കപ്പെട്ടു, രണ്ടും ശരിയാണ്. പക്ഷേ ടീച്ചർ അഡാമൻറ്റ് ചെയ്തു, നിർബന്ധം പിടിച്ചു. എന്തിനു വേണ്ടി? ടീച്ചർ പഠിപ്പിച്ചതുപോലെ എഴുതണമെന്ന്, അല്ലെങ്കിൽ ടീച്ചർ ഉദ്ദേശിക്കുന്ന പോലെ എഴുതണമെന്ന് ടീച്ചർ നിർബന്ധം പിടിച്ചു. എ മാറ്റർ ഓഫ് ഗ്രാമർ, ഒരു ഗ്രാമർ പ്രശ്നമായിരുന്നു. ആൻഡ് പപ്പ, ഈഫ് ഹീ സെയ്സ് ജോർജ് ബുഷ് ഇൻ ദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഇനി ഈ അധ്യാപകനെക്കുറിച്ച് രാഹുൽ പറയുകയാണ്. ഈഫ് ഹീ സെയ്സ് ജോർജ് ബുഷ് ഈസ് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പ്രസിഡൻറ്റ് ജോർജ് ബുഷ് ആണെന്ന് പറഞ്ഞാൽ, ഈ അധ്യാപകൻ പറഞ്ഞാൽ, ഇറ്റ് വിൽ ഹാവ് ടു ബി സോ, അങ്ങനെ ആയിരിക്കും. ഇഫ് ഹീ സെയ്സ് ദ സൺ റൈസസ് ഇൻ ദി വെസ്റ്റ്, സൂര്യൻ പടിഞ്ഞാറാണ് ഉദിക്കുന്നതെന്ന് ഈ അധ്യാപകൻ പറഞ്ഞാൽ അത് പടിഞ്ഞാറായിരിക്കും. സോ ബി ഇറ്റ്, അതങ്ങനെയായിരിക്കും. ആൻഡ് വി സെയ്സ് ദ എർത്ത് ഈസ് ഫ്ലാറ്റ്, ഭൂമി പരന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞാൽ ഇറ്റ് വിൽ ബി മൈ പപ്പ, അതങ്ങനെയാകും പപ്പേ എന്ന് രാഹുൽ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അധ്യാപകൻ്റെ കടുംപിടുത്തമാണ് 1/4 മാർക്ക് നഷ്ടപ്പെടാൻ കാരണമെന്ന് അവൻ പപ്പയെ ബോധിപ്പിക്കുകയാണ്. അറ്റ് ലീസ്റ്റ് ഓൺ മൈ ആൻസർ പേപ്പേഴ്സ് മൈ ഫസ്റ്റ് റാങ്ക് ഈസ് അറ്റ് സ്റ്റേക്ക് യു സീ. എൻ്റെ ഫസ്റ്റ് റാങ്ക് അങ്ങനെ എന്തായി തീർന്നു?
ആ ഒരു സ്റ്റേറ്റ് സന്നിഗ്ധാവസ്ഥയിലായി തീർന്നു. വേണമെങ്കിൽ ടീച്ചർക്ക് 4 മാർക്ക് കൊടുക്കാം, വേണമെങ്കിൽ കുറയ്ക്കാം. അതാണ് സന്നിഗ്ധാവസ്ഥയിലായ എൻ്റെ ഫസ്റ്റ് റാങ്ക്. സ്റ്റിൽ മൈ ഡിയറസ്റ്റ് പപ്പ, ഒക്കെ എപ്പോഴും എൻ്റെ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട പപ്പേ. ഐ ഷാൽ കെപ്റ്റ് യുവർ അഡ്വൈസ് ഇൻ മൈൻഡ്, ഞാൻ പപ്പയുടെ ഉപദേശം എക്കാലവും ഹൃദയത്തിൽ സൂക്ഷിക്കും. ആൻഡ് ട്രൈ നോട്ട് ലോസ് എനി ക്വാർട്ടർ മാർക്ക്, ഇനി ഒരു 4 മാർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വളരെ ശ്രമിക്കുകയും ചെയ്യുമെന്ന് അവൻ പപ്പയ്ക്ക് ഉറപ്പ് കൊടുക്കുന്നു. ആസ് ഓൾവേസ് യുവർ എവർ ഒബീഡിയൻറ്റ് സൺ, പപ്പയുടെ അനുസരണയുള്ള മകൻ എന്ന് എഴുതുന്നു രാഹുൽ. ഇനി താഴെ അവൻ ഒരു നോട്ടായിട്ട് ചേർത്തിരിക്കുകയാണ്. യുവർ ഐസ് വിൽ നോട്ട് സീ ദിസ് ആംഗിഷ്ഡ് പ്ലീ മൈ ഫാദർ, അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻ്റ് വരുന്നത്. യുവർ ഐസ് വിൽ നോട്ട് സീ, നിൻ്റെ കണ്ണുകൾ ഇത് കാണുകയില്ല. ഏത് കാണുകയില്ല? ദിസ് ആംഗിഷ്ഡ് പ്ലീ, ആംഗിഷ്ഡ് എന്ന് പറഞ്ഞാൽ മനോവേദന നിറഞ്ഞ, പ്ലീ എന്ന് പറഞ്ഞാൽ അഭ്യർത്ഥന. എൻ്റെ ഈ മനോവേദന നിറഞ്ഞ അഭ്യർത്ഥന പപ്പ കാണുകയില്ല, പപ്പയുടെ കണ്ണുകൾ കാണുകയില്ല. ദിസ് വാസ് ഓൺലി ടു ലൈറ്റൻ മൈ ഓവർ ബാൻഡൻഡ് ഹാർട്ട്. ഓവർ ബാൻഡൻഡ് ക്ലേശം നിറഞ്ഞ, ഓവർ ബാൻഡൻഡ് ഒരുപാട് ക്ലേശം നിറഞ്ഞ, ഹാർട്ട് ഹൃദയം. അപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഒരുപാട് ക്ലേശം നിറഞ്ഞ ഹൃദയത്തെ ഒന്ന് ലൈറ്റൻ ചെയ്യുന്നതിന് വേണ്ടി, ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് എഴുതിയത്. ഓക്കെ, നമുക്കിനി ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് 4.2 നോക്കാം. ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് 4.2 നമ്മൾ ചോദ്യം വായിക്കുമ്പോൾ ആൻസറിൻ്റെ ഭാഗം കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ ആൻസറിൻ്റെ ഭാഗത്ത് ഓരോ ചോദ്യത്തിൻ്റെയും ആൻസർ പറഞ്ഞാണ് നമ്മൾ പോകുന്നത്. ആൻസറിൻ്റെ ഭാഗത്ത് ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് 4.2 ഉണ്ട്. നമുക്ക് ഒന്നാമത്തെ ചോദ്യം വായിക്കാം. വാട്ട് ഡസ് ദി റൈറ്റർ തിങ്ക് ഈസ് റോങ് വിത്ത് ഹിസ് എഡ്യൂക്കേഷൻ? റൈറ്റർ എന്തുകൊണ്ടാണ് തൻ്റെ വിദ്യാഭ്യാസത്തിൽ ഒരുപാട് തെറ്റുകളുണ്ടെന്ന് ചിന്തിക്കുന്നത്? വാട്ട് വുഡ് ഹർ റിയലി ലൈക്ക് ടു ലേൺ അബൌട്ട്? എന്ത് പഠിക്കാനാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത്? ദ റൈറ്റർ ഫീൽസ് ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. തൻ്റെ വിദ്യാഭ്യാസത്തിൽ താൻ പഠിക്കുന്ന കാര്യങ്ങളൊന്നും പ്രായോഗികമല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. ഹി വുഡ് ലൈക്ക് ടു ബി ഏബിൾ ടു യൂസ് ഇറ്റ് ഇൻ ഹിസ് ഡെയിലി ലൈഫ്. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ പഠിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്, രാഹുൽ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, വിസ്ഡം കംസ് ആസ് എ റിസൾട്ട് ഓഫ് സ്റ്റഡിങ് ഹാർഡ്, ലിവിങ് എ ഫുൾ ലൈഫ്, ബോത്ത്? വിസ്ഡം മീൻസ് ജ്ഞാനം അല്ലെങ്കിൽ അറിവ് എവിടെ നിന്നാണ്, എന്തിൻ്റെ ഫലമായിട്ടാണ് അറിവുണ്ടാകുന്നത്? 2 ഓപ്ഷനോട് കൂടിയാണ് ചോദ്യം. സ്റ്റഡിങ് ഹാർഡ്, കഠിനമായി പഠിക്കുമ്പോൾ. ലിവിങ് എ ഫുൾ ലൈഫ്, പൂർണ്ണമായി ജീവിക്കുമ്പോൾ. അതല്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ ബോത്ത്, അഥവാ രണ്ടും കൂടെ കൂടുമ്പോഴോ. വാട്ട് ഡസ് ദ റൈറ്റർ തിങ്ക്, എന്താണ് എഴുത്തുകാരൻ അല്ലെങ്കിൽ രാഹുൽ ചിന്തിക്കുന്നത്? എന്താണ് ചിന്തിക്കുന്നത്? ലിവിങ് എ ഫുൾ ലൈഫ്, പൂർണ്ണമായി ജീവിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? വിസ്ഡം ഉണ്ടാകുന്നത് എന്ന് രാഹുൽ ചിന്തിക്കുന്നു. അതാണ് ആൻസറിൽ പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. മൂന്നാമത്തിൽ ABC 3 ചോദ്യമുണ്ട്. ബൈ ഹൗ മെനി മാർക്സ് ഡിഡ് ഹി ലോസ് ഹിസ് ഫസ്റ്റ് പൊസിഷൻ? അവന് 1ാം റാങ്കിലെത്താൻ അവൻ എത്ര മാർക്കാണ് നഷ്ടപ്പെടുത്തിയത്? എ ക്വാർട്ടർ മാർക്ക് എന്നാണ് ആൻസർ കൊടുത്തിട്ടുള്ളത്. 1/4 മാർക്കാണ് അവൻ നഷ്ടപ്പെടുത്തിയത്. രണ്ടാമത്തെ ചോദ്യം, വൈ ഡിഡ് ഹി ലോസ് ദി മാർക്ക്? എന്തുകൊണ്ടാണ് അവൻ ആ മാർക്ക് നഷ്ടപ്പെടുത്തിയത്? അതാണ് ചോദ്യം. ഹി സെഡ് ഹി വാസ് ഇൻവൈറ്റഡ് ടു ടീ. അവന് എഴുതിയത് ഹി വാസ് ഇൻവൈറ്റഡ് ടു ടീ എന്നായിരുന്നു. എന്നാൽ ഹിസ് ടീച്ചർ സെഡ് ഇറ്റ് ഷുഡ് ബി 4 ടീ. 2 ടീ എന്നല്ല 4 ടീ എന്ന് എഴുതണമെന്ന് ടീച്ചർ ആവശ്യപ്പെട്ടു. അതുകൊണ്ടാണ് അവന് 1/4 മാർക്ക് നഷ്ടപ്പെട്ടത്.
മൂന്നാമത്തെ ചോദ്യം, ഹു വാസ് റൈറ്റ്, ദ ടീച്ചർ ഓർ ദ സ്റ്റുഡൻറ്റ്? ആരാണ് കറക്റ്റ്? ദ സ്റ്റുഡൻറ്റ് എന്നാണ് ഇവിടെ ആൻസർ പറഞ്ഞിട്ടുള്ളത്. സ്റ്റുഡൻ്റ് ആയിരുന്നു കറക്റ്റായിട്ട് ആൻസർ ചെയ്തത്. ടീച്ചർ പറഞ്ഞതും തെറ്റൊന്നുമില്ല, പക്ഷെ സ്റ്റുഡൻ്റാണ് കറക്റ്റെന്ന് ഇവിടെ ആൻസറിൽ പറഞ്ഞിരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് നമ്മൾ. ഓവറോൾ ക്വസ്റ്റ്യൻസ് ആണ്. ഓവറോൾ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമ്മൾ നോക്കി വെക്കുക, അതിനുശേഷം തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം, ഒന്നിൽ എ ബി സി 3 ചോദ്യങ്ങളുണ്ട്. വാട്ട് ഡസ് ദ റൈറ്റർ തിങ്ക് ഈസ് റോങ് വിത്ത് ദി മെത്തേഡ് ഓഫ് ഇവാലുവേഷൻ ഓഫ് പേപ്പേഴ്സ്? പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്നതിലെ പോരായ്മകളെക്കുറിച്ച് റൈറ്റർ എന്താണ് ചിന്തിക്കുന്നത് എന്നാണ്. പേപ്പർ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടീച്ചർ പേപ്പർ നോക്കുന്നതിനെക്കുറിച്ച്. എൻ്റെ ആൻസർ പറഞ്ഞത്, ദ ടീച്ചർ ഡിസൈഡ്സ് വാട്ട് ഈസ് കറക്റ്റ്. ടീച്ചർമാരാണ് എന്താണ് ശരിയെന്ന് തീരുമാനിക്കുന്നത്. അതാണ് പേപ്പർ വാല്യുവേഷനെ കുറിച്ച് അവൻ്റെ അഭിപ്രായം. ടീച്ചർമാരാണ് എന്താണ് ശരിയെന്ന് തീരുമാനിക്കുന്നത്. രണ്ടാമത്തെ ബി, ഈസ് ഹി റൈറ്റ്? അവൻ പറഞ്ഞത് ശരിയാണോ? യെസ് ഓർ നോ? അവൻ പറഞ്ഞത് ശരിയാവാം, തെറ്റും ആവാം, അല്ലേ? അവൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അത് ശരിയാണ്, ടീച്ചറുടെ ഭാഗത്ത് നോക്കുമ്പോൾ അവൻ പറഞ്ഞത് തെറ്റുമാണ്. അപ്പോൾ അതുകൊണ്ട് യെസ് നോ കൊടുത്തിട്ടുണ്ട്. അത് യെസ് നോ തന്നെ എഴുതണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സി ക്വസ്റ്റ്യൻ ആണ്. ഷുഡ് ഹി ട്രൈ ടു ഗെറ്റ് മോർ മാർക്സ്? അവൻ കൂടുതൽ മാർക്ക് വാങ്ങാൻ വേണ്ടി ശ്രമിക്കണമോ? ഓർ ഷുഡ് ഹി മേക്ക് ഷുവർ ഹിസ് നോളജ് ഈസ് ആക്യുറേറ്റ്? അവൻ്റെ അറിവ് കറക്റ്റാണ് എന്ന് അവൻ ശരിയാക്കേണ്ടതുണ്ടോ? വാട്ട് ഡു യു തിങ്ക്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവന് കൂടുതൽ മാർക്ക് കിട്ടണമോ, അഥവാ അവൻ്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ അവൻ്റെ ആൻസറിനെ പറ്റിയുള്ള അവൻ്റെ നിലപാട് കുറച്ചുകൂടി വ്യക്തമാക്കണമെന്നുണ്ടോ? അവൻ്റെ ആൻസർ കറക്റ്റ് ആക്കണമെന്നുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് പറയുന്നത്? സി ക്വസ്റ്റ്യൻ്റെ ഉത്തരം, ഹിസ് നോളജ് ഷുഡ് ബി ആക്യുറേറ്റ്. അവൻ്റെ അറിവ് കുറച്ചുകൂടി ക്ലിയറാക്കണം, വ്യക്തതയുള്ളതാക്കണം എന്ന് ആണ് ആൻസറിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് രണ്ടാമത്തെ ചോദ്യമാണ്. രണ്ടാമത്തെ എ ചോദ്യം, വിൽ ദ ബോയ്സ് ഫാദർ എവർ ഗെറ്റ് ദിസ് ലെറ്റർ? അവൻ്റെ അച്ഛൻ എപ്പോഴെങ്കിലും ഈ ലെറ്റർ ലഭിക്കുമോ? നോ, ഒരിക്കലും ലഭിക്കുകയില്ല. കാരണം എന്താണ്? രാഹുൽ അത് പോസ്റ്റ് ചെയ്യുന്നില്ല. ബി ചോദ്യമാണ്, വിച്ച് വേഴ്സ് ഗീവ് യു ദ ആൻസർ? ഏത് വാക്കാണ് അച്ഛനിത് കിട്ടുകയില്ല എന്ന് മനസ്സിലാക്കാനുള്ള വാക്യം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബിയിൽ ആൻസർ പറയാണ്, യുവർ ഐസ് വിൽ നോട്ട് സീ ദിസ് ആംഗിഷ് പ്ലീ. ഈ മനോവേദന നിറഞ്ഞ അഭ്യർത്ഥന നിൻ്റെ കണ്ണുകൾ ഒരിക്കലും കാണുകയില്ല എന്ന വാക്കാണ് ഈ ലെറ്റർ പോസ്റ്റ് ചെയ്യപ്പെടുകയില്ല എന്നും അവൻ്റെ അച്ഛൻ്റെ അടുത്ത് ഇത് കിട്ടുകയില്ല എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വാക്ക്. ഇനി സി ക്വസ്റ്റ്യൻ, വൈ ഡിഡ് രാഹുൽ റൈറ്റ് ദി ലെറ്റർ? പിന്നെ എന്തുകൊണ്ടാണ് രാഹുൽ ഈ കത്ത് എഴുതിയതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടു ലൈറ്റൻ ദി അൺഹാപ്പിനെസ്. അവൻ്റെ അസംതൃപ്തി അല്ലെങ്കിൽ അസന്തോഷം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ ഈ ലെറ്റർ എഴുതിയത്. ഇനി മൂന്നാമത്തെ ചോദ്യം, വാട്ട് കൈൻഡ് ഓഫ് ലെറ്റർ ഡിഡ് ദി ഫാദർ റൈറ്റ് ടു ഹിസ് സൺ? ഏത് തരത്തിലുള്ള ലെറ്ററാണ് പപ്പ അവന് എഴുതിയത്, അവൻ്റെ അച്ഛൻ അവൻ എഴുതിയത്? ഡു യു തിങ്ക് ഹി ഡിഡ് ദി റൈറ്റ് തിങ്? നല്ല കാര്യങ്ങളാണോ എഴുതിയത്? ഗിവ് റീസൺ ഫോർ യുവർ ആൻസർ. നിങ്ങൾ അതിൻ്റെ മറുപടി ആൻസർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസറിൽ ഇങ്ങനെ പറയുന്നത്, ആൻ ആംഗ്രി ലെറ്ററാണ്. ആംഗ്രി ലെറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ദേഷ്യം പിടിച്ച കത്തായിരുന്നു പപ്പ അവൻ എഴുതിയത്. രണ്ടാമത്തെ ചോദ്യം പറയുകയാണ്, എന്താ പറയുന്നത്? ഡു യു തിങ്ക്
നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഹീ ഡിഡ് ദി റൈറ്റ് തിങ്, അവൻ നല്ല കാര്യമാണ് ചെയ്തത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എങ്ങനെ പറയാം? നമുക്ക് നല്ല കാര്യമാണെന്നും അല്ലെന്നും പറയാം. യേസ് നോ കൊടുത്തിട്ടുണ്ടല്ലേ, രണ്ടും കറക്റ്റാണ്. അപ്പോൾ യേസ് നോ എഴുതണം. എന്താണ് അങ്ങനെ പറയാൻ കാരണം? പപ്പയുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു പിതാവിൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം ചിന്തിക്കുമ്പോൾ അത് കറക്റ്റാണ്. എന്നാൽ രാഹുലിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത് കറക്റ്റല്ല താൻ. അടുത്ത 4ാമത്തെ ചോദ്യം, വാട്ട് കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ഡസ് ദ റൈറ്റർ തിങ്ക് ഈസ് മോസ്റ്റ് യൂസ്ഫുൾ? ഡു യു എഗ്രി? രാഹുലിൻ്റെ അഭിപ്രായത്തിൽ ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് നല്ല വിദ്യാഭ്യാസമെന്ന് പറയുന്നത്? എന്താ പറയുന്നത്? എ പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ. പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ, പ്രായോഗിക വിദ്യാഭ്യാസമാണ് നല്ലത് എന്ന് രാഹുൽ പറയുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് പറയാം? പ്രായോഗിക വിദ്യാഭ്യാസവും വേണം, അതുപോലെ തന്നെ എന്തും വേണം? അക്കാഡമിക വിദ്യാഭ്യാസവും വേണം, അല്ലേ? രണ്ടും വേണമെന്ന് നമ്മൾ അഭിപ്രായപ്പെടുന്നു. യെസ്, നോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക്കലി ഈ പാഠത്ത് പഠിക്കാനുള്ളത്. അതിൻ്റെ കൂടുതലായിട്ടുള്ള ചോദ്യോത്തരങ്ങളും വർക്കുകളുമെല്ലാം നിങ്ങളുടെ നോട്ടിൽ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളുമെല്ലാം സോൾവ് ചെയ്ത് നിങ്ങൾക്ക് തരും. നിങ്ങളിപ്പോൾ പാഠഭാഗത്തെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ മാത്രം ഓർത്തിരിക്കുക. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വർക്കുമെല്ലാം വരുന്നുണ്ട്. അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.